ഡോക്ടർ എന്താ പറഞ്ഞേക്കാം? ശരിയാവും. എനിക്കറിയാം. കള്ളം പറയല്ലേക്ക. ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇനി നടക്കാൻ പറ്റത്തില്ലേക്ക. ശരിയാവും, നീ കരയണ്ട. നീ നടക്കാൻ പറ്റത്തില്ല. നടക്കാൻ പറ്റും. ബാധ്യതയില്ല, നീ കരയണ്ട. എന്റെ എല്ലാ കാര്യങ്ങളും ഇക്കായ്ക്കും മടുക്കുന്നില്ലേക്ക. കരയല്ലേ, ഒരു മടുപ്പില്ല, നിന്നെ ഞാൻ നോക്കും. എനിക്ക് വീട്ടുകാരും പിന്നെ ഞാൻ ഇനി എന്റെ മക്കൾക്ക് ഒരു ബാധ്യത. നീ വിഷമിക്കണ്ട, ഒരു ബാധ്യതയില്ല. ഇപ്പൊ വീട്ടുകാര്യങ്ങൾ പോലും നടക്കുന്നില്ല, കൈക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആവണ്ടായിരുന്നു, എനിക്ക് മരിച്ചാ മതിയായിരുന്നു. നീ അങ്ങനെയൊന്നും പറയണ്ട. ശരിയാവും ശരിയാവും, നീ കരയണ്ട. എന്റെ ജീവനുള്ളിടത്തോളം കാലം നീ എനിക്കൊരു ബാധ്യത ആവൂല. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. നീ വിഷമിക്കരുത്, നീ സമാധാനപ്പെട്ട് കിടക്ക്. എല്ലാം ശരിയാവും, എല്ലാം മാറും പെട്ടെന്ന്. നീ വിഷമിക്കണ്ട. പാപ്പി, എന്റെ സ്കൂളിലെ ഫീസ് തരാതെന്താ? ടീച്ചർ എത്ര ദിവസം കൊണ്ട് ചോദിക്കുന്ന അറിയാവോ? മോനെ, പാപ്പി കുറച്ച് ദിവസമല്ലേ ജോലിക്ക് പോയിട്ട്. എത്ര ദിവസമായി ജോലിക്ക് പോയിട്ട്? ഉമ്മി ഇങ്ങനെ കിടക്കും, പാപ്പിക്ക് ജോലിക്ക് പോകാനും പറ്റത്തില്ല. മോനെ, ഫീസ് കൊടുക്കാം. മോൻ പറ, ടീച്ചറടുത്ത് പറഞ്ഞ ഞാൻ കൊടുക്കാന്ന് പറയേ. ഉമ്മി ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെയാ ജോലിക്ക് പോകുന്നത് പാപ്പി? ഉമ്മിയെ നോക്കണ്ടേ എനിക്ക്? പാപ്പി ജോലിക്ക് നോക്കി അങ്ങനെ നോക്കിക്കോളാം. മക്കളെ കൊണ്ടൊന്നും നോക്കാൻ പറ്റത്തില്ല മോനെ. മക്കളെ കൊണ്ടൊന്നും ഉമ്മിയെ നോക്കാൻ പറ്റത്തില്ല. ഉമ്മിയെ നോക്കാൻ വലിയ ആള് തന്നെ വേണം. ഉമ്മയ്ക്ക് സ്വന്തമായിട്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോനെ. പാപ്പി നോക്കട്ടെ, ആരെങ്കിലും ഒരു ജോലിക്കാരിയെ നോക്കി. ഉമ്മയെ നോക്കാൻ നാളെ ഒരു സ്ത്രീ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോനെ. അവരൊന്ന് നോക്കട്ടെ. അവർ ശരിയാവുകയാണെങ്കിൽ വാപ്പി ജോലിക്കുക. അല്ലാതെ ഉമ്മിയുടെ കാര്യം നോക്കാൻ വാപ്പി ഒറ്റയ്ക്ക് എങ്ങനെയാ ഉമ്മിയെ ഇട്ടിട്ട് പോകുന്നത്? മക്കളും കൂടി ഉമ്മിയുടെ കാര്യങ്ങൾ നോക്കണം കേട്ടാ. റംസി, ഞാൻ പോയിട്ടിതാ വരുന്നേ. പാപ്പി ഫുഡ് കഴിച്ചോട്ടെ? വയറ് അങ്ങനെ ഇതാവും മോനെ. ഇന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മോനെ. ഇന്ന് കഞ്ഞി കഴിക്കാം പാപ്പി. ഇന്നാണല്ലേ നമുക്കില്ല കാക്ക ജോലിക്ക് ആളിനെ പറഞ്ഞു വിടാന്ന് പറഞ്ഞത്. പാപ്പി ഒന്ന് വിളിച്ചു നോക്കട്ടെ. കാക്ക ജോലിക്ക് ആളിനെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടെന്ന്. വരുന്നാ? വരാൻ പറ. ഞാൻ വീട്ടിൽ ഉണ്ട്. എവിടെ എത്തിയെന്ന് പറഞ്ഞ്? ശരി, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാ. ഞാൻ ഇവിടെ ഉണ്ട്, വരാൻ പറ. ശരി എന്നാ, ഓക്കെ. ആരുമില്ലേ? ആരാ? ലത്തീഫാമ പറഞ്ഞിട്ട് വന്നത്.
ആ കയറി വാ. ബാ. ഇരിക്ക്. പേരെന്താ പറഞ്ഞത്? അൽഫിയ. ലത്തീഫാക്കെല്ലാം പറഞ്ഞിട്ടില്ലേ? ആ മാമ എല്ലാം പറഞ്ഞായിരുന്നു. കിടപ്പാണോ? അരയ്ക്ക് താഴോട്ട് തളർന്നു പോയതാ. ആ എന്തു പറ്റിയതാ? ഒരു സ്ട്രോക്ക് വന്നതാ. ഓ നിന്റെ ഫാമിലിയൊക്കെ എങ്ങനെയാ? ആ എനിക്കെന്ന് പറഞ്ഞ ഒരു മോനുണ്ട്, ഭർത്താവ് ഇല്ല, കളഞ്ഞിട്ട് പോയതാ. അപ്പൊ പിന്നെ മോൻ എൻ്റെ വീട്ടിലാണ്. ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ദിവസം പോയി വരാൻ പറ്റത്തില്ല. സ്ഥിരം ഇവിടെ നിൽക്കാന്നാ മാമ പറഞ്ഞത്. ആ അതിവിടെ നിൽക്കണം. റംസിയുടെ കാര്യം മാത്രമല്ല, 2 കുട്ടികളുടെ കാര്യവും വീട്ടുകാര്യവും എല്ലാം നോക്കണം. ആ അതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യവും ചെയ്യാം. ശമ്പളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? 25 രൂപ എന്ന് പറഞ്ഞായിരുന്നു. ആ റൂമിൽ റംസി കിടപ്പുണ്ട്, അങ്ങോട്ട് ചെല്ല്. ഇവിടെയാ ഈ റൂമിലാ? കുട്ടികളുണ്ടോ? 2 മക്കളുണ്ട്. ആ അവരെ കാര്യം നോക്കണം, വീട്ടുകാര്യം നോക്കണം, ഇത്തയുടെ കാര്യം നോക്കണം. ഇതൊക്കെ മാമ പറഞ്ഞായിരുന്നു. അല്ല, നീ ആദ്യമായിട്ടാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത്? കുഞ്ഞിനെ വളർത്തണ്ടേ. കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? വീട്ടുകാരിഷ്ടത്തിനല്ലായിരുന്നു കല്യാണം, എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാ. കുറച്ചായപ്പോൾ അയാൾ കളഞ്ഞിട്ട് പോയി. പിന്നെ വീട്ടിൽ വന്നപ്പം അവരൊക്കെ പ്രായമായില്ലേ, ഞാൻ ജോലിക്കായിട്ട് ഇറങ്ങിയത്. മോന് 5 വയസ്സുണ്ട്. കുഴപ്പമില്ല, അവ അവരൂടെ നിന്നോളൂ. അത് തന്നെ കാണാതെ നിൽക്കുമോ? അതിനെ കളഞ്ഞിട്ട് വന്നാലാ? അപ്പം മുൻപ് എന്താ ചെയ്തോണ്ടിരുന്നത്? നല്ല ചെറിയ ചെറിയ ജോലിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ആദ്യമായിട്ട് ഒരു വീട്ടിലെ. അപ്പൊ റംസിയെ പരിചരിക്കാനൊക്കെ അറിയോ? ഇതിൽ എനിക്കെല്ലാം അറിയാം. ഞാൻ കുറച്ചാൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ചതാ, ഒന്ന് നോക്കാനൊക്കെ അറിയാം. അതൊക്കെ പുറത്തെങ്ങനെ പോകാൻ നിന്നെയാണോ? മേടിക്കാൻ. ഇപ്പൊ നീ ഉണ്ടാക്കുമല്ലേ? ആ ആ ആ സാധനമൊക്കെ അവിടെ ഉണ്ടോ? ഞാൻ ആദ്യം ഇത്തായി പോയി കണ്ടിട്ട് അടുക്കളയ്ക്ക് കയറാം. ഇതാണല്ലേ. ഇത്ത, എൻ്റെ പേര് അൽഫി. ഇത്തായെ നോക്കാനായിട്ട് വന്നതാ. ഇപ്പം റൂമിൽ ആവശ്യം വല്ലതും ഉണ്ടോ കാക്ക? ഇല്ല, ഇപ്പൊ ആവശ്യമില്ല. അടുക്കളയിലോട്ട് ചെല്ല. ഈ ബാഗൊക്കെ കൊണ്ട് മുകളിലാ റൂം. അവിടെ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് മാറി അടുക്കളയിലാ ജോലി. പോയിട്ട് വാ. മുകളിലാ? ഇപ്പൊ വരാം കാക്ക. എനിക്ക് അടുക്കളയിൽ എന്ന് പറഞ്ഞു തരണേ കാക്ക.